അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദിനെ ഉമ്മ വിളിക്കുകയാണ്. പൊന്നു മോനെ, എന്നാ വരുന്നത്? മോൻ ടിക്കറ്റ് എടുത്തോ? ഉമ്മ, ഞാൻ പറയാം അതൊക്കെ. അല്ല മോനെ, ഇനിയും വൈകിപ്പിക്കണ്ട ഒരുപാട്. പെട്ടെന്ന് അങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ നല്ലത്. കാരണം ആ കുട്ടിയുടെ സ്ഥിതിഗതികൾ അതൊക്കെ അങ്ങനെയല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. എൻ്റെ മോന് വാ വാ, നമുക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് എന്താച്ച ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേ ഇനി പഠിക്കേ എന്തായാലും കുഴപ്പമില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നതന്നല്ലേ ഏറ്റവും നല്ലത്. ഉമ്മ, ഞാൻ പറയാം മോനെ, ഇനി വൈകിപ്പിക്കല്ലേ കേട്ടോ. വേഗം അങ്ങോട്ട് പോര്, ഏതായാലും കുറച്ച് ലീവോ. എന്നാൽ ആഷി ഉസ്താദ് ഹാദിയെക്കുറിച്ച് വിചാരിച്ചു. റബ്ബേ, പാവം പെണ്ണാണ്. എല്ലാവരെയും പോലെ ഓടിച്ചാടി നടക്കുവാനോ വിചാരിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്തുവാനോ അവർക്ക് കഴിയില്ല. അള്ളാഹുവേ റഹ്മാനെ, നീ എല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, നീ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് ടെൻഷനില്ല അല്ലാ. പടച്ചറബിനോട് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് ഉമ്മയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഫീർ അങ്ങോട്ട് വന്നു. ഉമ്മ നോക്കട്ടെ. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ഇത്ര പെട്ടെന്നല്ലേ? അതേ മോനെ, പിന്നെ ഇനി ഒരുപാട് വൈകിപ്പിച്ചിട്ടെന്താ? കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ല പ്രായത്തിൽ കഴിക്കണം. ഇനി എന്താ ഇനി പഠനം കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ കുട്ടിക്ക് എത്ര വയസ്സ് വരും? 10-28 വയസ്സായി തുടങ്ങൂലേ? അതിനു മുമ്പ് തന്നെ നല്ലൊരു പ്രായമാണിത്. ഇപ്പം തന്നെ നിക്കാഹ് കഴിക്കണം. നിക്കാഹ് കഴിച്ചാൽ മാത്രം പോരാട്ടോ, ഒരുമിച്ച് ജീവിക്കണം. അതുകൂടിയാണ് ഉമ്മയുടെ നെയ്യത്ത്. ഇൻഷാ അല്ലാ. അതെ, ഉമ്മയുടെ ആ ഒരു സപ്പോർട്ട് നിറഞ്ഞ സംസാരം സഫീർ പുറത്തേക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. ഒരു നിമിഷം അവൻ അവൻ്റെ ഉമ്മയെ വിചാരിച്ചു. റബ്ബേ, ഈ കാര്യം റിസ്വാന വക്കീലിനെ പെണ്ണ് കാണാൻ വന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും എൻ്റെ ഉമ്മയുടെ സ്ഥിതിഗതികൾ? എന്തായിരിക്കും ഉമ്മയുടെ പ്രതികരണം? പടച്ചോനെ, എനിക്ക് അറിയുന്നില്ല. എന്നാൽ ഫോൺ കട്ട് ചെയ്ത് സലാം പറഞ്ഞ് ആഷി അതാ അവൻ്റെ തോളിൽ കൈവച്ചു. എന്താ സഫീർ, ഒരാലോചന? നമുക്ക് പോണ്ടേ? ഉമ്മ പറയുന്നത് പെട്ടെന്ന് വരാനാണ്. അതായത് ഇനി നീട്ടണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മ നിക്കാഹാണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് ആവാലോ. എന്നാൽ പിന്നെ അതിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ സഫീറിൻ്റെ മുഖം വല്ലാതെയായി. ഞാനും ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ അത് സാരല്ല. ഉമ്മ സമ്മതിക്കാതിരിക്കൂരല്ലോ. നീ പറ, നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് വക്കീലാണ്, അതുപോലെ നല്ല സ്കില്ലുള്ള കുട്ടിയാണ്, കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഇനി ഞാൻ കൂടെ വേണമെങ്കിൽ ഉമ്മയോടൊന്ന് സംസാരിക്കാം കേട്ടോ. എന്നാൽ ആഷി പറഞ്ഞു, അത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. നീ ഫോണ് അടിച്ചതാ എനിക്ക് കൊണ്ടാ. എന്നാൽ സഫീറിന് ഭയമായിരുന്നു. എങ്കിലും അവൻ ഉമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച്, ഒരു പക്ഷേ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ ആ ഉമ്മ ചീത്ത പറയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് സഫീർ അതാ ഫോൺ എടുത്ത് ബെല്ലടിക്കുന്നുണ്ട്. ആഷി ഇന്നാ. എന്നാൽ മറുതലക്കൽ ഒരു പെണ്ണിൻ്റെ ശബ്ദം. ഹലോ. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് സഫീറിൻ്റെ കൂട്ടുകാരൻ ആഷിഖാണ്. എന്താന്നാവോ വിളിച്ചത്? വല്ല റിക്വസ്റ്റും ആയിരിക്കും. അല്ല ഉമ്മ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. എന്ത് കാര്യം? അതായത് അവൻ്റെ ഒരു കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആർക്ക്? സഫീറിനോ? അവനിപ്പോൾ ആരെ കല്യാണം നോക്കുന്നത്? അല്ല, ഇവിടെ ഒരു നല്ലൊരു പെൺകുട്ടിയുണ്ട്, വക്കീലാണ്, അതുമാത്രമല്ല നല്ല യുക്തിയുള്ള കുട്ടിയാണ്, എല്ലാം കൊണ്ടും. ഓഹോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പഠിക്കാൻ പോയത്? പഠിക്കാൻ, ദീന് പഠിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് അന്വേഷിക്കാൻ പോയതായിരുന്നു അല്ലേ? അല്ലുമ്മ, അങ്ങനെയല്ല. അത് അവരായിട്ട് ഇങ്ങോട്ട്. എന്തായാലും വേണ്ടില്ല. നിങ്ങൾ പഠിക്കാനാണ് പോയതെങ്കിൽ അത് പൂർത്തിയാക്കുക, അല്ലാതെ അതിനിടയ്ക്ക് കല്യാണാലോചനയും ഒന്നും വേണ്ട. ഒക്കെ അവൻ്റെ ഇഷ്ടത്തിനല്ലേ എല്ലാം, പഠനവും കാര്യങ്ങളും ഒക്കെ. ഞാനൊന്നും പറഞ്ഞയച്ചതല്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്നോട് ഇത് ചോദിക്കാൻ വന്നിരിക്കുന്നു. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ആഷി ഉസ്താദ് തന്നെ ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മയൊക്കെ എത്ര സോഫ്റ്റായിട്ടാണ് സംസാരിക്കുക.
പക്ഷെ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ ഒരു ഉമ്മയുടെ സംസാരം. എന്നാൽ ആഷി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ പറഞ്ഞു, കൊടുക്ക്, സഫീറിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. ആഷി ഉസ്താദിനോട് അത് പറഞ്ഞു. നേരെ സഫീറിൻ്റെ കൈകൾ ഫോൺ ഇതാ എന്ന് പറഞ്ഞു കൊടുത്തു. നാണമില്ലല്ലോടാ കഴുതേ നിനക്ക്, അവിടെയും ഇവിടെയും പോയി കല്യാണം ആലോചിക്കാൻ. ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോ, പക്ഷേ ഇങ്ങോട്ട് കാല് കുത്തിപ്പോൽക്കാലം വെട്ടും. ഈ നോക്കിക്കോ. അവനിപ്പോൾ കല്യാണം കളിയായിട്ടായിട്ട് നടക്കണ്, പഠിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഇതിന് പോയതായിരുന്നടാ നീ. എന്നിട്ട് ഇവിടേക്ക് വിളിച്ചൊരു പെർമിഷൻ ചോദിക്കല്ലോ. എന്നാൽ പിന്നെ കണ്ട് ശരിയാവുമല്ലോ. അതെ, നിൻ്റെ ജ്യേഷ്ഠൻ ഒരുത്തനും ഇവിടെ നിൽക്കുന്നുണ്ട്, അവൻ്റെയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മതി നിൻ്റെതൊക്കെ. എന്താന്നില്ലേ അവന് കല്യാണം കഴിക്കാൻ ഒരു പൂതി, വേറൊന്നും പണിയില്ല. ഈ പേരും പറഞ്ഞ് എന്നെ എങ്ങാനും വിളിച്ചാറുണ്ടല്ലോ, എന്താന്നില്ലേ ഒക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. പഠനവും കല്യാണം ഒക്കെ മൊത്തത്തിൽ. വേറൊന്നും അറിയണ്ട. നിൻ്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, അവനൊന്ന് കല്യാണം കഴിച്ച് റെഡിയാട്ടെ, എന്നിട്ട് മതി നിനക്കിപ്പോൾ എത്ര ധൃതി. ഉമ്മ ശരിക്കും ചീത്ത പറയുകയായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ, അവന് കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല, അവന് ആവശ്യമുള്ളത് എപ്പോൾ വേണമെങ്കിലും കിട്ടും. അത്തരം സ്വഭാവക്കാരനാണ് ജ്യേഷ്ഠൻ എന്നു പേരുള്ള ആ ജസീർ. എന്നാൽ ആഷിഖ് അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. സഫീറിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു. എങ്കിലും അവൻ വിളിച്ചു, ഉമ്മാക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഉമ്മാക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേന്നല്ല, അതെങ്ങാനും നീ നടത്തി ഇങ്ങോട്ടങ്ങനെ കയറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 കാലം വെട്ടും, നോക്കിക്കോ. അതും പറഞ്ഞ് ആ ഉമ്മ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ സഫീർ വിതുമ്പി കരഞ്ഞു. റബ്ബേ അല്ലാ, ആഷി ഉസ്താദ് അവനെ ആശ്വസിപ്പിച്ചു. സാരല്ലടാ, എന്തപ്പോൾ ചെയ്യാം. എന്താ വിവാഹപ്രായം എന്ന് വെച്ചാൽ എന്താ, ആണുങ്ങളെ വിവാഹപ്രായം 21 വയസ്സ് മുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ. പിന്നെ ഇപ്പോൾ എന്താ, ഇനിയിപ്പോൾ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടില്ല, ജ്യേഷ്ഠൻ കല്യാണം കഴിക്കാൻ എന്താ അല്ലേ. ജ്യേഷ്ഠന് ആദ്യമേ വിവാഹം കഴിച്ചതിന് മുമ്പ് മറ്റൊരു പെണ്ണിനെ ഗർഭിണിയാക്കിയതും അങ്ങനെയാണ്. പിന്നെ ഒരു കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ കാലുകളെല്ലാം ആക്സിഡൻറ്റിലൂടെ ലോറി ഇടിച്ച് തകർത്ത് നിർത്തിയതാണ്. പോരാത്തതിന് എല്ലാ റിസോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. എന്തിനാ അപ്പം ജ്യേഷ്ഠന് കല്യാണം കഴിക്കേണ്ട ആവശ്യം, അതറിയില്ല. അല്ലെങ്കിലും ഉമ്മയും ജ്യേഷ്ഠനും വലുതാടാ. എന്നോടെപ്പോഴും വലിയതൊന്നുമില്ല. ഉമ്മ അവനിനിപ്പോൾ എത്ര വലിയ തെറ്റുകളൊക്കെ ചെയ്താലും ഉമ്മ അവൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും. സാരല്ലടാ. എന്നാൽ ആഷി പറഞ്ഞു, ഉമ്മക്ക് സമ്മതമല്ല എങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ടോ? എന്താ, ഉമ്മയെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അങ്ങനെ വിവാഹം കഴിച്ചൂടെ? അങ്ങനെ ഒരു ചരിത്രം തന്നെയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഉമ്മക്ക് വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല, പിന്നെന്ത് ചെയ്യും? പക്ഷേ ദീൻ പൂർത്തിയാകണമെങ്കിൽ വിവാഹം കഴിക്കുകയും വേണം. ഈ ഒരു അവസരത്തിൽ എന്താ ചെയ്യുക? എന്നാൽ ഈ സമയം അതാ റിസ്വാനയുടെ പിതാവ്, മക്കളെ അല്ല ഇതിൻ്റെ യാത്ര തിരിക്കുന്നതാണോ? അതെ ഉപ്പ, ഞങ്ങളിപ്പോൾ 2-3 ദിവസമായില്ലേ ഇവിടുത്തെ കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ നോക്കി കണ്ടപ്പോൾ വളരെ സന്തോഷം. എന്നാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ മോളോട് ചോദിച്ചപ്പോൾ മോൾ പറഞ്ഞു, ഉപ്പ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല, സർപ്രൈസാണ്. പക്ഷേ ഇങ്ങനെയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് അള്ളാഹുവായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു തന്നത്. എന്തായാലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമുള്ളത് ഞാൻ വിവാഹം കഴിക്കും എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ പഠിച്ചവനെ ആക്കി തന്നതിൽ ഞാൻ പഠിച്ച റബ്ബിനെ സ്തുതിക്കുന്നു. ആ ഉപ്പയുടെ മനസ്സിൽ സന്തോഷമാണ് ഉമ്മയുടെയും അത് റിസ്വാൻ വക്കീലിനെയും. പഠിച്ചവനെ സഫീറിനെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ സഫീറിൻ്റെ വീട്ടിലെ സ്ഥിതി, അവരുടെ മനസ്സ്, അതൊന്നും ഇവർക്കറിയില്ലല്ലോ. റിസ്വാൻ വക്കീലും പഠിച്ച റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം അത് തുടർന്നു കഴിഞ്ഞാൽ പഠിച്ചവൻ എന്നെ വെറുക്കുമോ റബ്ബേ? ഞാൻ ദീൻ പഠിക്കുന്ന ഒരാളല്ലേ, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തതല്ല, അതൊരിക്കലും ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ വിവാഹം കഴിക്കുന്നതും എനിക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുന്നു, അത് 2 പേർക്കും ഇഷ്ടമല്ല. അത് ജ്യേഷ്ഠനും അങ്ങനെ തന്നെ, ഉമ്മാക്കും. എന്നോടെന്താ റബ്ബേ ഇത്രയധികം അവർക്ക് വൈരാഗ്യം? അവരുടെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ ഞാൻ പറയും, അത് പാടില്ല ഉമ്മ, അങ്ങനെ ചെയ്യരുത്. സഫീറെ, നിന്നെക്കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ, നീ എല്ലാത്തിനും ഇങ്ങനെ തെറ്റ് കണ്ടുപിടിക്കാമെന്നാലോ? ഉമ്മ അതല്ല, നമുക്ക് മരിച്ചു പോകേണ്ടതല്ലേ,
ഈ ദുനിയാവ് അല്ലല്ലോ നമുക്ക് എന്നുള്ളത്. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടണ്ടേ? നിന്റെ ഒരു സ്വർഗം ഏത് സമയവും സ്വർഗവും നരകവും തന്നെ. ഇതൊക്കെ അന്ധവിശ്വാസമല്ല കുട്ടിയെ. നീ എന്ത് ഇതൊക്കെ എൻ്റെ പിന്നാലെ വന്ന് പറയുന്നത്? ഉമ്മ, നിരീശ്വരവാദികൾക്കാണ് അങ്ങനെ അവർ ചിന്തിക്കാറുള്ളത്. നീ ഒന്ന് പോടാ എൻ്റെ മുമ്പിൽ നിന്ന് ചിലക്കാതെ. നിന്നോട് ഞാൻ പറഞ്ഞ ഈ വക സംസാരങ്ങൾ ഉമ്മ തെറ്റായ രീതിയിൽ എൻ്റെ ഉമ്മ നടക്കുമ്പോൾ ഞാനത് പറയില്ലേ, എനിക്ക് നിർബന്ധമാണുമ്മ. കാരണം എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും ഹറാമിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. സഫീറെ, വിട്ടു നിൽക്ക്. നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. ഞാൻ എന്താ ചെയ്യും. അവിടുത്തെ സെർവൻസിന് കൊടുക്കുന്നതിൽ നിന്ന് അല്പം പിടിച്ചു വെച്ചിട്ടും അല്ലെങ്കിൽ മാറ്റം മാറിയിട്ടും അങ്ങനെ പല രീതിയിലും ആ ഉമ്മ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, ആരെങ്കിലൊക്കെ പണം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലിശയടക്കമാണ് തിരിച്ചു തരുന്നത്. ഒരിക്കൽ ആ തറവാട്ടിലേക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാള് അതാ അങ്ങോട്ട് കയറി വരികയാണ്. ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്തിരുന്നതായിരുന്നു. അതെ, കുറച്ച് പൈസ തരണം. അതായത് വീടൊക്കെ ജപ്തിൻ്റെ വക്കിലേക്കണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ തരുന്നൊന്നും കുഴപ്പമില്ല. 30,000 രൂപക്ക് 1,500 രൂപ വീതം പലിശ തരണം. അതടക്കാൻ വൈകിക്കഴിഞ്ഞാൽ പിന്നെയും കൂടിക്കൂടി വരികയും ചെയ്യും. എന്നാൽ സഫീർ ഇത് കാണുകയായിരുന്നു. ഉമ്മ, വേണ്ടുമ്മ, പാവങ്ങളല്ലേ, ഗതികേട് കൊണ്ട് ചോദിക്കുകയല്ലേ ഉമ്മ. സഫീറെ, നീ കൊണ്ട് മിണ്ടാതിരിക്കെ. അതെ, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ലാഭം നോക്കും. അത് നീ ഇതിലിടപെടേണ്ട ആവശ്യമില്ല ഉമ്മ. അത്രക്കും ജപ്തിയുടെ വക്കീലായിട്ടാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടി വരുന്നതുമ്മ. അപ്പോൾ നമ്മൾ സഹായം കൊടുക്കുകയല്ലേ വേണ്ടത്? പകരം അവരോടും ഇങ്ങോട്ട് പിടിച്ചു പറിക്കണോ ഉമ്മ? പലിശക്കാരൻ്റെ ശിക്ഷ എന്താണെന്ന് ഉമ്മാക്കറിയോ? സഫീറെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളത്. ഉമ്മ, നമുക്ക് ഇത്രയധികം സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഉമ്മ. എന്നിട്ടും എത്രയോ വരുമാനം നമുക്ക് വരുന്നുണ്ടല്ലോ. പിന്നീട് ഈ പാവങ്ങളോടൊക്കെ ഇത്രയധികം ക്രൂരമായ ഇത് ചെയ്യുന്നത് ശരിയാണോ ഉമ്മ? സഫീർ നിരന്തരം ഉമ്മയോട് പറയുമായിരുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ സഫീറിന് ദേഷ്യമായിരുന്നു ആ ഉമ്മാക്ക്. സഫീറിൻ്റെ ഉമ്മാക്ക് ആ ഒരു ഗ്രാമത്തിൽ നല്ല പേരുണ്ടായിരുന്നു. വലിയ പണക്കാരിയാണ്, കോടീശ്വരിയാണ് എന്നുള്ളത്. പക്ഷേ അതത്ര നല്ല പേരൊന്നും ആയിരുന്നില്ല. കാരണം ആർക്കെങ്കിലുമൊക്കെ പണം അത്യാവശ്യമായി വന്നാൽ അവർ സഫീറിൻ്റെ ഉമ്മയെ സമീപിക്കും. കുറച്ച് പണം തരുമോ, അത്യാവശ്യമായിട്ടാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉമ്മ പറയും തരാം, പക്ഷെ 1 മാസത്തിന് ശേഷം ഇരട്ടി കൊടുക്കേണ്ടി വരും. അതല്ല, ഒരു ദിവസം പിഴച്ചാൽ പോലും അവർ പലിശയില്ലാതെ പണം കൊടുക്കാറില്ലായിരുന്നു. ഒരു ദിവസം പോലും വൈകിയാൽ വിളിക്കും. എന്നിട്ട് പറയും എവിടെ. എന്നാൽ അതിനുള്ള ഇരട്ടിയിലധികം പലിശ കൂടി വാങ്ങുമായിരുന്നു. എൻ്റെ പണം എവിടെ? നിങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം ഞാൻ പണം എടുത്തു തരുന്നുണ്ട്, പക്ഷെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പലപ്പോഴും മടിയാണ്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അതിനുള്ള പലിശ എക്സ്ട്രാ തന്നിരിക്കണം. എത്ര ദിവസമാണ് നിങ്ങൾ വൈകിയത് പണം തിരിച്ചു തരാൻ? അതിൻ്റെ 5 ദിവസത്തെ പലിശ കൂടി എടുത്തോളൂ. എന്നാൽ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അവരെ ഭയമായിരുന്നു. പക്ഷെ എന്തു ചെയ്യും? എന്നാൽ സഫീറിന് അതെല്ലാം കാണുമ്പോൾ വലിയ വേദനയായിരുന്നു. സഫീർ ഒരു നല്ല മനസ്സുള്ള യുവാവായിരുന്നു. അവരുടെ 2 ആൺമക്കളിൽ ഇളയവൻ. മദ്രസയിലും ദർസിലൊക്കെ പഠിക്കുവാൻ കൂടുതൽ ആഗ്രഹിച്ചവൻ. പക്ഷേ മതപഠനത്തിനൊന്നും അവനെ പറഞ്ഞയച്ചില്ല. അതിനു പകരം ഭൗതിക പഠനമായിരുന്നു അവന് നൽകിയിരുന്നത്. എങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനിപ്പോൾ മതപഠനത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് പോയതാണ്. ഒരു ദിവസം അവൻ തൻ്റെ ഉമ്മയെ നോക്കി പറഞ്ഞു, ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഉമ്മ ചോദിച്ചു. ഉമ്മ ചെയ്യുന്ന ഈ ഒരു പലിശ അത് ഇസ്ലാമിൽ വളരെ പാപമാണുമ്മ. ഉമ്മാക്കത് കേട്ട് കോപം വന്നു. എന്താ നീ പറയുന്നത്? ഞാൻ എൻ്റെ പണം ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, അല്ലാതെ വെറുതെ അല്ലല്ലോ. അതിന് കുറച്ചധികം വാങ്ങിയല്ലേ എന്ത് തെറ്റാണുള്ളത്? ഞാൻ ആരുടെ ആവശ്യത്തിന് പണം നൽകുന്നുണ്ട്. സഫീർ നിശബ്ദമായി പറഞ്ഞു. ഉമ്മ, ഇത് സാധാരണ പാപമല്ല. സഫീർ പറഞ്ഞു. ഉമ്മ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, പലിശ ഉപേക്ഷിക്കാത്തവർക്ക് അള്ളാഹും അവൻ്റെ ദൂതരും യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ ഉമ്മ അല്പം ആശ്ചര്യപ്പെട്ടു. അത്ര വലിയ കാര്യമാണോ? അവർ ചോദിച്ചു. അതെ ഉമ്മ. അതൊന്നും ഇപ്പോഴല്ലല്ലോ, അതൊക്കെ മരണപ്പെട്ടു പോയിട്ടല്ലേ. അതൊക്കെ അപ്പം നോക്കാം. എന്നാൽ അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഉമ്മ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്.
സഫീർ, നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എൻ്റെ മുമ്പിൽ നിന്ന്? അത് ഉമ്മ ഇതുകൂടെ കേൾക്കണം. പലിശ ഭക്ഷിക്കുന്നവനെയും പലിശ കൊടുക്കുന്നവനെയും പലിശ എഴുതുന്നവനെയും സാക്ഷിയാകുന്നവനെയും എല്ലാവരെയും ഒരുപോലെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരെല്ലാം പാപത്തിൽ ഒരുപോലെയാണെന്ന് പറഞ്ഞു. ഉമ്മ അല്പസമയം മിണ്ടാതിരുന്നു. ഹോ, അവൻ ഓരോന്ന് മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്നാൽ സഫീർ വീണ്ടും പറഞ്ഞു, ഉമ്മ, പലിശ കഴിക്കുന്നവരുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ കണ്ടു. അവരുടെ വയറുകൾ വലിയ വീടുകളെപ്പോലെ വീർത്തിരിക്കുന്നു. അവരുടെ വയറിനുള്ളിൽ പാമ്പുകളും കീടങ്ങളും. അവർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇവർ ആരാണ്? മലക്കുകൾ പറഞ്ഞു, ഇവർ ലോകത്തിൽ പലിശ കഴിച്ചവരാണ്. ഇത് കേട്ടപ്പോൾ സഫീറിൻ്റെ ഉമ്മയുടെ മനസ്സ് അല്പമൊന്ന് ഭയപ്പെട്ടു. ഈ ചെക്കൻ പേടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായിട്ട് വേണ്ടല്ലേ, അതൊക്കെ വെറും സ്വപ്നം പോലെയല്ലേ. ഉമ്മ, അതൊരിക്കലും ഇല്ലാത്ത കഥയല്ലമ്മ, നമ്മുടെ ഹബീബ് പറഞ്ഞല്ലേ. സഫീർ പറഞ്ഞു, ഉമ്മ, ഇത് കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു. അവന് ഇതുപോലെ എന്നും പലിശ വാങ്ങുമായിരുന്നു. ഉമ്മ ചെയ്യുന്ന പോലെ തന്നെ ക്യാഷ് കൊടുക്കും, അതിനുള്ള ക്യാഷ് പലിശ വാങ്ങും. പലരും അവനോട് കടം വാങ്ങി. പലിശ കൊടുക്കാൻ കഴിയാതെ അവരുടെ വീടുകളും നിലങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദിവസം ആ മനുഷ്യൻ മരിച്ചുപോയി. ജനങ്ങൾ അവനെ അടക്കം ചെയ്തു. പക്ഷേ ഗ്രാമത്തിലെ ഒരു നല്ല മനുഷ്യൻ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു. ആ മനുഷ്യൻ അതാ ഖബറിൽ കിടക്കുന്നു. അതിന്മേൽ തീയും പാമ്പുകളും. അവൻ നിലവിളിച്ചു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ്. ഞാൻ പലിശ കൊണ്ട് ആളുകളെ പീഡിപ്പിച്ചു. നീ ഒന്ന് പോടാ, ഇതൊന്നും എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഇതെൻ്റെ വരുമാന മാർഗം കൂടിയാണ്. ഉമ്മ, നമുക്ക് എത്രയോ വരുമാനത്തിനുണ്ട്. പക്ഷെ ഉമ്മാക്കതൊരു ഹോബിയാണല്ലേ. അതേടാ, പാവങ്ങളാന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ ആർക്കും വെറുതെ കൊടുക്കൊന്നുമില്ല. എന്താന്നില്ലേ ഉമ്മ, അല്പമെങ്കിലും ദയ കാണിച്ചൂടെ പാവങ്ങളോട്? എന്നാൽ ആ ഉമ്മ ഒട്ടും അതിന് തയ്യാറല്ലായിരുന്നു. പലിശ വളരെ വലിയ പാപമാണ്. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒരുപോലെ പാപമാണ്. ഖുർആനിൽ അതിന് ശക്തമായ മുന്നറിയിപ്പുണ്ട്. തൗബ ചെയ്താൽ അള്ളാഹു മാപ്പ് ചെയ്യും. ഉമ്മ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം മാപ്പ് പറഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങൂ. എന്നാൽ പടച്ച റബ്ബ് എൻ്റെ ഉമ്മയെ സ്നേഹത്തോടെ സ്വീകരിക്കും. എന്നാൽ സഫീർ പറയുമ്പോൾ അവിടേക്കത് ജസീർ കടന്നു വരുന്നു. ഓഹോ, ഉമ്മയുടെ വരുമാന മാർഗം നീ എന്തിനാണ് മുട്ടിക്കുന്നത്? നിനക്ക് നിൻ്റെ പാട്ടിന് പോയിക്കൂടെ? പോടാ അവിടുന്ന്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ജസീർ അവനെ ആട്ടിവിടുകയായിരുന്നു. അതെല്ലാം സഫീർ ഓർത്തു. റബ്ബേ, അല്ലാ, എൻ്റെ ഉമ്മയെ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മയെ നരകത്തിലേക്ക് തള്ളിയിടാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലാ. സഫീർ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഉമ്മ എന്നെ ഒന്നിനും സമ്മതിക്കില്ല. ഉമ്മ തെറ്റിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യഥാർത്ഥ സത്യം സഫീർ മനസ്സിലാക്കിയിരുന്നു. അവനും ചില തീരുമാനങ്ങളെല്ലാം എടുത്തു. കാരണം എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കൽ പോലും ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരരുത്, കാല് വെട്ടും എന്നൊക്കെ. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ തോന്നിയ തീരുമാനം അത് എന്തായിരിക്കും? ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.